ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സ്വയംവര പന്തൽ എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ. അടിപൊളി എപ്പിസോഡാണ്. അതായത് രഞ്ജിത്ത് നമ്മുടെ കാറുണ്ടല്ലോ, ടോയ് കാറ്, ഒളി ക്യാമറ, അത് നന്ദിൻ്റെ റൂമിലേക്ക് വരെ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നന്ദിനി സൂര്യയെ കൊണ്ട് ശബ്ദം ചെയ്തിട്ടുണ്ട്, പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഇനി കുടിക്കില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരിങ്ങനെ സംസാരിച്ച് കുറച്ച് രസകരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അവരുടെ. അപ്പോൾ അവർ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സൂര്യ വീണ്ടും സാറെന്നാണ് വിളിക്കണത്. നന്ദിനി, അല്ല നിൻ്റെ അടുത്ത് ഞാൻ സാറിന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ നന്ദിനി, മര്യാദയ്ക്ക് എന്നെ ഏട്ടാന്ന് വിളിച്ചോ, ഇല്ലെങ്കിൽ ഞാൻ പോയി കുടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് അങ്ങനെ വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, പറ്റില്ല, വിളിച്ചാൽ പറ്റുമെന്ന് പറയുമ്പോൾ പറയും ഈ സാറ് കുടിക്കാത്തപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കാമെന്ന് പറയട്ടോ. ഞാൻ കുടിക്കില്ല എന്ന്, ഞാൻ എന്താ ഇപ്പോൾ കുടിച്ചിട്ടാണോ നിൽക്കണം, ഞാൻ കുടിക്കില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്യുന്നതല്ലേ, നിനക്ക് വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും നന്ദിനി, തൽക്കാലത്തേക്ക് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, എന്നാൽ വിളിക്കുക എന്ന് പറയട്ടോ. അപ്പോൾ ശരി ഏട്ടാന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പറയണ്ട, അല്ല ഇതെന്ത് കോസ്റ്റ്യൂം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ 80s നായകന്മാർ അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലോ, ഇത് ശരിയല്ല, അപ്പോൾ ഇതിനെന്താ കുഴപ്പം ചോദിക്കും, ഇതൊന്നും പോരാ, ഇന്ന് ആരുടെ കല്യാണം എൻഗേജ്മെൻ്റ് എന്നറിയാം, നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്, ഞാൻ അന്ന് എടുത്തന്ന ഡ്രസ്സില്ലേ അതിട്ടിട്ട് വാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയ്യോ അത് വേണോ സാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സാറെന്ന് വിളിക്കല്ലേ എന്ന് പറയാം. അല്ല അത് വേണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് വേണം, വന്നേ പറ്റൂ, അപ്പോൾ ഞാൻ തൽക്കാലം പോവാണ്, ഇട്ടിട്ട് വന്നു, അല്ലെങ്കിൽ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അന്ന് സൂര്യ എടുത്തു കൊടുത്ത ഡ്രസ്സ് നന്ദിനിയുടെ കയ്യിൽ എടുത്തു കൊടുത്തിട്ട് നന്ദിനി സൂര്യ ഇറങ്ങി പോവാണ് കേട്ടോ. സൂര്യ ഇറങ്ങി പോയിട്ടാണ് അവിടെ നമ്മുടെ ഗംഗയായിട്ട് ഒരു വഴക്ക് കൂടുതലൊക്കെ ഉണ്ട് സൂര്യയുടെ. അപ്പോൾ അതിനിടയ്ക്ക് നന്ദിനി ഈ ഡ്രസ്സും പിടിച്ചിട്ട് നിൽക്കുകയാണ്. നന്ദിനിക്കാണെങ്കിൽ ഇത് എങ്ങനെയായിട്ടാണെന്ന് പോലും അറിയണില്ല കേട്ടോ. അപ്പോൾ നന്ദിനി തന്നെ പുറകുണ്ട്, ഇതിൻ്റെ കൈ എവിടെ, ഇത് എങ്ങനെ ഇടാന്ന് പോലും എനിക്ക് അറിയില്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഇത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പുറമേ ആണെങ്കിലോ നമ്മുടെ രഞ്ജിത്ത് കാറുള്ളിൽ കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. നന്ദിൻ്റെ റൂമിലേക്ക് വരെ കയറ്റി വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആകാംക്ഷാഭരിതനായിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ കേട്ടോ. നന്ദിനി കമോൺ വേഗം വേഗം എന്ന് പറഞ്ഞിട്ട് നന്ദിനി ഡ്രസ്സ് അയച്ച് മാറുന്നത് നോക്കാൻ വേണ്ടി കുത്തിരിക്കുകയാണ്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ ഈ ഡ്രസ്സും പിടിച്ച് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ് നന്ദിനി. അങ്ങനെ അവരോടിട്ട് ഇതിട്ടില്ലെങ്കിൽ സൂര്യ സാറ് പ്രശ്നം ഉണ്ടാക്കുമല്ലോ, അതും വിചാരിച്ചിട്ട് നന്ദിനി മനസ്സോട് കൂടിയിട്ട് ഡ്രസ്സ് അഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവണി ഇങ്ങനെ അഴിക്കാനായിട്ട് തോളത്തെ പിന്നൂരിയിട്ട് മനസ്സില്ല കേട്ടോ. ആ പിന്നൂരിനോട് കൂടിയിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പിന്നെ നിലത്ത് വീണു. അപ്പോൾ രഞ്ജിത്തിന് പെട്ടു എന്നായി കേട്ടോ. പിന്നെ നിലത്ത് വീണ് തപ്പുമ്പോൾ ഈ കാറ് കാണുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ഇങ്ങനെ കുമ്പിട്ടിട്ട് പിന്നെ ഇങ്ങനെ തപ്പണേൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ കാറ് നിൽക്കണം അവിടെ. അപ്പോൾ നന്ദിനിക്ക് അറിയില്ലല്ലോ പൊട്ടത്തി, ഇതെടുത്തിട്ട് നന്ദിനി ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് ചവിട്ടി വീഴാൻ പോയതും അങ്ങനെ രഞ്ജിത്ത് വന്നിട്ട് അതെൻ്റെ കാറാന്ന് പറയലൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഇത് രഞ്ജിത്ത് സാറിൻ്റെ കാറാണല്ലോ, ഇനിയിപ്പോൾ ഇത് തപ്പി നടക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതോടെ രഞ്ജിത്ത് തലയിൽ കൈ വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടോ. സംഭവം നടന്നില്ലല്ലോ. അപ്പോൾ നന്ദിനി എന്ത് ചെയ്തു, അത് കൊണ്ടിട്ട് മെല്ലെ പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് രഞ്ജിത്തിനെ നോക്കുകയാണ്. അപ്പോൾ നന്ദിനി വരുന്നതായിട്ട് രഞ്ജിത്ത് ഒന്നും അറിയാത്ത പോലെ വേഗം ലാപ്ടോപ്പ് മുമ്പിൽ വെച്ചിട്ട് ഭയങ്കര വർക്ക് ചെയ്യണ പോലെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി അടുത്ത് വന്നിട്ട് സാർ രഞ്ജിത്ത് സാറിന് വിളിക്കും കേട്ടോ. അപ്പോൾ അറിയാത്ത പോലെ എന്താ നന്ദിനി എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും ഇതേ സാറിൻ്റെ അല്ലേ എന്ന് ചോദിക്കും. ഇതെൻ്റെയാണ്, ഞാനിത് നോക്കി നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ കേട്ടോ. മേടിക്കും, ചെറിയൊരു ഇങ്ങനെയൊക്കെ ഉണ്ട്, ഒരു പരിഭ്രമം ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ മേടിക്കും. എന്നിട്ട് പറയാം, അല്ല സാർ എന്താ ഇങ്ങനെ ഇരിക്കണേ, എന്നാലും സാറിൻ്റെ എൻഗേജ്മെൻ്റ് അല്ലേ, പോയി ഡ്രസ്സ് മാറാൻ നോക്കുക. ശരി നന്ദിനി എന്ന് പറയും കേട്ടോ. എന്നിട്ട് നന്ദിനി പോയപ്പോൾ ദേഷ്യം വന്നിട്ട് തലയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് പക്ഷേ നടന്നില്ലല്ലോ എന്നുള്ള ഒരു ഭാവത്തിലിരിക്കുകയാണ് കേട്ടോ നമ്മുടെ രഞ്ജിത്ത്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ നന്ദിനി രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് നന്ദിനിക്കും ഒട്ടും മനസ്സിലായിട്ടില്ല, വേറെ ആർക്കും മനസ്സിലായിട്ടില്ലല്ലോ. ആ സൂചിയൊന്നും വീണില്ലായിരുന്നെങ്കിൽ എല്ലാം കൊള്ളായേനെ. അപ്പോൾ ഇത്തവണ നന്ദിനിയുടെ ദേവി എന്തായാലും നന്ദിനെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ. എന്നാണോ നമ്മുടെ രഞ്ജിത്തിൻ്റെ ഈ ഒളിക്യാമറയൊക്കെ കണ്ടുപിടിക്കണേ. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.